ശ്രീ അഡ്വക്കേറ്റ് പ്രശാന്ത് കുറുപ്പ്, നമസ്കാരം. നമ്മുടെ പത്തനംതിട്ടയിലെ ഒരു ദളിത് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. സർ, എന്തുകൊണ്ടാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമായൊരു കേസായി മാറിയത്? എന്താണ് അതിന് കാരണം? 2012 പോക്സോ നിയമം നിലവിൽ വന്നത്. 2012 ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം ആ, മിക്ക കേസുകളിലും ഏതാണ്ട് 80% കേസുകളിലും കടുത്ത ശിക്ഷ, 50 വർഷം 100 വർഷമൊക്കെ ശിക്ഷ കൊടുക്കുന്ന ഒരു കീഴ്വഴക്കമാണ് നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്നത്. കോടതികൾ വിചാരണ നടക്കുമ്പോൾ മറ്റ് സാക്ഷികൾ കൂറുമാറുന്നവണ്ണം ഈ കേസിൽ സാക്ഷികൾ കൂറുമാറുന്നതും സാഹചര്യവും അപൂർവമാണ്. അപ്പോൾ കടുത്ത ശിക്ഷ കിട്ടുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇത് ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ കണക്കുകൾ പരിശോധിച്ചാൽ ഇത് എണ്ണം വർദ്ധിച്ചു വരുന്നതല്ലാതെ എണ്ണം കുറയുന്നില്ല. ഇത്രയും ശിക്ഷ നിലവിൽ നിൽക്കുമ്പോഴും എണ്ണം കൂടുന്നു. കഠിനമായ ശിക്ഷ. പക്ഷെ പത്തനംതിട്ട കേസിനെ സംബന്ധിച്ച് അതിനകത്തിൽ തികച്ചും വനത്തിലൊരു വ്യത്യസ്തതയുള്ളത്, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഒരു പോക്സോ കുറ്റകൃത്യത്തിൽ ഇത്രയും പ്രതികൾ ഉൾപ്പെട്ട ഒരു കേസ് അപൂർവങ്ങളിൽ അപൂർവമായി ഈ കേസായി മാറുകയാണ് യഥാർത്ഥത്തിൽ. അതാണ് ഈ കേസിനെ തികച്ചും വ്യത്യസ്തമാക്കുന്നത്. അതായത് പ്രതികളുടെ എണ്ണം കൊണ്ട് തന്നെ, പ്രതികളുടെ എണ്ണം തന്നെ കേട്ടാൽ അമ്പരപ്പുളവാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്തിൽ പ്രായപൂർത്തിയായ ചെറുപ്പക്കാർ തൊട്ട് മധ്യവയസ്സ് കഴിഞ്ഞ ആളുകളും മൈനറുകളായിട്ടുള്ള ആളുകളും ഈ കേസിനകത്ത് പ്രായപൂർത്തിയാവാത്തവരും പ്രതികളായിട്ടുണ്ട്. പിന്നെ ഒരേ വീട്ടിലെ തന്നെ ചേട്ടനും അനിയനും ഈ കേസിനകത്ത് പ്രതിയായിട്ടുണ്ട്, സഹോദരങ്ങളും. അപ്പം അങ്ങനെ പത്തനംതിട്ട കേസിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ള കേസുകളാണ്. പിന്നെ സാധാരണഗതിയിലെ പോലീസിൻ്റെ അന്വേഷണത്തിൽ സാധാരണ പോക്സോ ആണെങ്കിലും അല്ലെങ്കിൽ കൊലപാതകമാണെങ്കിലും മറ്റേത് കേസിലായാലും പോലീസിൻ്റെ അന്വേഷണത്തിൽ ചില പാളിച്ചകൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ പത്തനംതിട്ട കേസിനകത്ത് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു പാളിച്ചയുമില്ലാതെ കുറ്റമറ്റ രീതിയിൽ പഴുതടച്ച്, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലാ പോലീസ് ചീഫിനാണ് അന്വേഷണത്തിന്റെ പൂർണ്ണ ചുമതല. പത്തനംതിട്ട ജില്ലാ പോലീസ് ചീഫിന്റെ കൃത്യമായ ഇടപെടൽ, കൃത്യമായി പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തതും പ്രതികളെ നിയമത്തിന്റെ വഴിയിൽ കൊണ്ടുവന്നതും ഒക്കെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പോലീസ് അക്കാര്യത്തിൽ ചെയ്തത്. വളരെ വേഗത്തിൽ തന്നെ പോലീസ് ഇത്രയും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലും ഈ കേസ് ഒരു മാതൃകയായി മറ്റ് കേസുകൾ തികച്ചും വ്യത്യസ്തമാവുകയാണ്. അപ്പോൾ ഏത് തരത്തിൽ നോക്കുമ്പോൾ ഈ കേസ് വ്യത്യസ്തമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിനകത്തിൽ ഉള്ള ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേസിനകത്തിലെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വസ്തുത, ഈ കേസിനകത്തിൽ പീഡനം നടന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങൾ, അതായത് ഒരു പട്ടികജാതി സമുദായത്തിൽപ്പെട്ട ഒരു ബാലികയെ, ആ കുട്ടിയുടെ കുറച്ച് കാലങ്ങളായി പീഡിപ്പിച്ചു വരുമ്പോൾ ആ പീഡനത്തിന് വിധേയമായ സ്ഥലങ്ങൾ പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ ശാസ്താംകോട്ട, കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായലിൻ്റെ തീരം, അതുപോലെ തന്നെ കോന്നി അപ്പൻകാവ് എന്ന് പറയുന്ന കല്ലേലി വനമേഖല, അതുപോലെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ വാഷ്റൂം, പിന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ തന്നെ വേറെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളും ആളുകളുടെ ശ്രദ്ധയുള്ള സ്ഥലങ്ങളും, പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്ത് ഉള്ള പ്രദേശം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ സ്റ്റെപ്പ് കയറിപ്പോകുന്ന സ്ഥലങ്ങൾ, ഇത്തരത്തിൽ. അതുപോലെ തന്നെ ചെങ്ങറ എസ്റ്റേറ്റ്, ഇപ്പം ചെങ്ങറ ഹാരിസൺ മലയാളത്തിൻ്റെ ചെങ്ങറ എസ്റ്റേറ്റ്, വനഭൂമി, ചുട്ടിപ്പാറയിലെ മലയുടെ മുകളിൽ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പരിശോധിക്കുമ്പം ഇക്കാര്യത്തിലും പത്തനംതിട്ട കേസിന് തികച്ചും വ്യത്യസ്തമായ മാനം കൈവരികയാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇതെല്ലാം പൊതുസ്ഥലങ്ങൾ കൂടിയാണ്. ഒപ്പം തന്നെ ഇതൊന്നും സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടക്കുന്ന, ഇപ്പോൾ കേരളത്തിൽ നടന്ന മറ്റ് പീഡനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെ ഇന്ത്യയിൽ നടന്ന മറ്റു പീഡനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ചരിത്ര പശ്ചാത്തലമല്ല ഈ കേസിനകത്ത് വരുന്നത്. വ്യത്യാസമുണ്ട്. പിന്നെ എണ്ണം കൊണ്ട് പ്രത്യേകതയുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ കേസിനകത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ നമ്മൾ ഉണ്ടാകുമ്പോഴും, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായി കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾക്ക് ശേഷമുള്ള ഇത്തരത്തിലുള്ള പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ഈ പീഡനത്തിനിരയാവുന്നവരുടെ പുനരധിവാസം, അല്ലെങ്കിൽ അവർക്ക് പിന്നീട് സമൂഹം കൊടുക്കുന്ന ഒരു സുരക്ഷ, അല്ലെ പിന്നീട് സമൂഹം അവരോട് കാണിക്കുന്ന
ഒരു ആർദ്രത അല്ലെങ്കിൽ അലിവ്, മനോഭാവം ഇതൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും ഒരുപാട് ഉപരിപ്ലവമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഈ ആഴത്തിലിറങ്ങി ഇത്തരം വിഷയങ്ങൾ ഇത് എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഇതിൻ്റെ യഥാർത്ഥമായ വസ്തുത അല്ലെ ഇതിൻ്റെ നിജസ്ഥിതി പഠനവിധേയമാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ പത്തനംതിട്ട കേസ് നമുക്ക് നൽകുന്ന ഒരു പാഠം. കാരണം ഇത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൊണ്ട് നമ്മൾ സംസ്ഥാനം മുമ്പിലാണ്, അല്ലെങ്കിൽ പോക്സോ കേസുകളുടെ എണ്ണം കൊണ്ട് നമ്മുടെ സംസ്ഥാനം മുമ്പിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കേസുകളിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നതിലും കേരളം മുമ്പിലാണ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. പക്ഷേ ഇവിടുത്തെ വനിതാ വിമോചകർ, അല്ലെങ്കിൽ വനിതാ കൂട്ടായ്മ, അല്ലെങ്കിൽ സാംസ്കാരിക നായകർ, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വിമർശനങ്ങളുമായി വരുന്ന നമ്മുടെ കപട ബുദ്ധിജീവികൾ, ഇവരൊക്കെ സത്യത്തിൽ ഈ പത്തനംതിട്ട കേസിനകത്തിൽ യഥാർത്ഥത്തിൽ ഈ ഒരു പരിധിവരെ ഈ കേസിനകത്തിൻ്റെ വസ്തുതകൾ പരിശോധിക്കാനും ഇത്തരത്തിലുള്ള ഈ കേസിനകത്ത് എന്താണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് സംഭവിച്ചത് എന്ന്. കാരണം ഈ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഉൾപ്പെട്ട കേസ്, എണ്ണം കൊണ്ട് ഇത്രയും ഒരു ഉള്ള കേസ്, ഇത്തരത്തിലുള്ള കേസിന് ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്, ഈ കേസെങ്കിലും അത് അവരുടെ കണ്ണ് തുറക്കാനുള്ള ഒരു വഴിയാവണം എന്നുള്ളതാണ്. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതെ സംഭവങ്ങൾ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ നമ്മൾ ഇതിനകത്ത് പോലീസിന്റെ അന്വേഷണം പഴുതടച്ചതായിരുന്നു, കുറ്റമറ്റതായിരുന്നു. ഈ കേസിനകത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനകത്ത് പോലീസ് കാണിച്ച മികവ് വളരെ പ്രശംസനീയമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് പട്ടികജാതി സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയത്. അപ്പം ഇത്തരത്തിൽ നമ്മളെന്നും മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു, കോടതിയിൽ കുറച്ച് കേസുകൾ എത്തിപ്പെടുന്നു, കോടതിയിൽ വിചാരണ നടക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് വളരെ ശരിയാണ് ഇത്തരം കേസുകൾ ഇത് പുനരധിവാസവും ഒപ്പം തന്നെ ഇത്തരം കേസുകൾ ഉണ്ടാകാതിരിക്കാനുള്ള സാമൂഹികമായ ഇടപെടൽ നടത്താൻ ഭരണകൂടങ്ങളും ഇവിടുത്തെ മുഖ്യധാര സമൂഹത്തിന് അതിൽ ഉത്തരവാദിത്വം പങ്കുണ്ട്. കാരണം ഞാൻ പറഞ്ഞത് തന്നെ നമ്മൾ വീണ്ടും പറയുകയല്ല, ഇത് ഇത്രയും പൊതുസ്ഥലങ്ങളിൽ വെച്ച് സമൂഹത്തിൻ്റെ സമൂഹം പലപ്പോഴും എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഞാനീ പറഞ്ഞ പൊതു സ്ഥലങ്ങളെല്ലാം പബ്ലിക്കിൻ്റെ വളരെ ശ്രദ്ധയുള്ള സ്ഥലങ്ങളാണ്. അത്തരത്തിലുള്ള സ്ഥലത്തിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള പീഡനം നടന്നത്. സാർ, ഞാനൊരു ചോദ്യം ചോദിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അതായത് സാധാരണ പോക്സോ കേസുകളിൽ ഇപ്പം ഈ വധശിക്ഷ വരെ കൊടുക്കാം എന്നൊരു നിയമ ഭേദഗതി വന്നിട്ടുണ്ട്. അങ്ങ് പറഞ്ഞു 100 വർഷവും 50 വർഷവും ഒക്കെ ശിക്ഷ, കഠിനമായ ശിക്ഷകളാണ് കൊടുക്കുന്നത്. അക്കാര്യത്തിൽ നമുക്കും കോടതികളോട് വളരെയധികം ബഹുമാനമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത്തരം കേസുകളിൽ വധശിക്ഷയ്ക്ക് നിയമം അനുശാസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ഈ സംഭവത്തിൽ അതിനെന്തെങ്കിലും സാധ്യതയുണ്ട്? പോക്സോ കേസുകളിൽ വധശിക്ഷ ഉണ്ടാകുന്നുണ്ട്. പോക്സോ കേസുകളിൽ വധശിക്ഷ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കേസുകളിൽ കഠിനമായ 100 വർഷവും 110 വർഷവും ഒക്കെ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ ശിക്ഷയെ പറ്റിയല്ല നമ്മൾ പരിശോധിക്കേണ്ടത്. ഇത്തരം കടുത്ത ശിക്ഷ കൊടുത്തതിന് ശേഷവും നമ്മൾ ഓരോ മാസവും എണ്ണം കൂടും. ഇപ്പം എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയിൽ തന്നെ ഇതിന് സമാനമായ ഒരു കേസ് കഴിഞ്ഞ വർഷം 2024 ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് എന്ന് പറയുന്ന സ്ഥലത്ത് 20 പേരുൾപ്പെട്ട ഒരു പോക്സോ കേസ് ഉണ്ടായി. അപ്പോൾ പത്തനംതിട്ടയിലെ തിരുവനന്തപുരം ജില്ലയിലും ഏതാണ്ട് 15 പേരോട് ഉൾപ്പെടുന്ന പോക്സോ കേസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എണ്ണം കുറയ്ക്കാൻ ഉള്ള സാമൂഹിക ഇടപെടലാണ് യഥാർത്ഥത്തിൽ. അതിനെപ്പറ്റിയാണ് കേരള സമൂഹം അല്ലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. നാട്ടിൽ വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഇത് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്താണ് അവിടുത്തെ പോരായ്മ? എന്തായിരിക്കും അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ? സാമൂഹ്യ പ്രതിബദ്ധത കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ സാമൂഹ്യ ഇടപെടൽ കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ സമൂഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പണ്ടൊക്കെ സമൂഹം ജാഗരൂകരായിരുന്നു. ഒരു കുട്ടി സ്കൂളിൽ നടന്നു പോകുമ്പം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പം, ഒരു ചെറുപ്പക്കാരൻ പുക വലിച്ചുകൊണ്ട് പോയാൽ തീർച്ചയായിട്ടും അവൻ ഏത് വീട്ടിലെയാണ്, ഒരു കൊച്ചു പയ്യൻ പുക വലിച്ചുകൊണ്ട് പോകുന്ന ഒരു പയ്യൻ ഏത് വീട്ടിലെയാണെന്ന് അന്വേഷിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു അന്യ ചെറുപ്പക്കാരനോടൊപ്പം നടന്നു പോകുമ്പോൾ സംശയകരമായ സ്കൂൾ യൂണിഫോമിലാണെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിലുള്ള കാരണവന്മാരോ അല്ലെങ്കിൽ പ്രായമുള്ളവരോ അത് അന്വേഷിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അത് ഉണ്ടാകുന്നില്ല. ഇപ്പം അത് സമൂഹത്തെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ പോലും
സാമൂഹികമായ മാറ്റങ്ങളും ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക്. സാർ, ഈ സംഭവത്തിൽ മറ്റൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ഇതിൽ പല പ്രതികളും അവിവാഹിതരാണ് അല്ലേ? അല്ല, ബഹുഭൂരിപക്ഷം പ്രതികൾ ഈ കേസിലെ ബഹുഭൂരിപക്ഷം പ്രതികളും അവിവാഹിതരാണ്. അതെ. അപ്പോൾ ഈ അവിവാഹിതരായ ചെറുപ്പക്കാർ ഇത്തരം ക്രൂരകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിലെ അതൊരു ഞെട്ടിക്കുന്ന വസ്തുതയാണ്. അല്ല, നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർ രണ്ട് തരത്തിലാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. ഒന്ന്, ഈ കുട്ടിക്കും ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്കും ഈ കുട്ടിയുടെ ബന്ധുക്കൾക്കും ഉണ്ടായിട്ടുള്ള മാനസിക ആഘാതം. ഒപ്പം തന്നെ ഈ കേസിനകത്ത് പ്രതിയാക്കപ്പെട്ടിട്ടുള്ളവർ, ഇപ്പോൾ ഒരാൾ പ്രതിയാക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഉള്ളത് ഒരു വശത്ത് സത്യമായി നിലനിൽക്കുമ്പോഴും, അല്ലെങ്കിൽ അവരുടെ കുടുംബവും നിരപരാധികളാണ്. അവരിത് അനുഭവിക്കേണ്ടി വരുന്നു. കുടുംബ നിരപരാധികളല്ലേ? ആ കുടുംബവും ഇതിന്റെ മാനസികമായ ആഘാതം. അതെ, ഒരാൾ ചെയ്ത തെറ്റിന് കുടുംബം മുഴുവനും ക്രൂശിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ചെറുപ്പക്കാര്, പ്രത്യേകിച്ചും ഈ യുവാക്കൾ വളരെ ആലോചിച്ച് ഓരോ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും മുന്നേറേണ്ടവരാണ്. അവർ നാളെയുടെ എന്താ പറയുക വാഗ്ദാനങ്ങളാണ്. അവരിത്തരം കേസുകളിൽ ചെന്ന് പെടുന്നു എന്നുള്ളത് ഒരു വലിയ എന്താ പറയണ്ടേ, നമുക്ക് വാസ്തവം പറഞ്ഞാൽ ഈ കേസ് ഞെട്ടിപ്പിക്കുന്നു. ഈ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ കേരളം ഒന്നടങ്കം ഞെട്ടി എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അങ്ങയുടെ നോട്ടത്തിൽ ഇവർക്ക് എന്ത് ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട് ഈ പ്രതികൾക്ക്? ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഒരിക്കലും ഒരു കോടതിയിൽ വിചാരണയിലിരിക്കുന്ന ഒരു കേസിൽ അത് നമ്മളങ്ങനെ പറയാൻ ഇതിൻ്റെ സാമൂഹ്യ വശത്തെ പറ്റിയോ ഇതിൻ്റെ പഠനവിധേയമാക്കേണ്ട നിജസ്ഥിതിയെ പറ്റിയോ ചർച്ച ചെയ്യാമെന്നുള്ളതല്ലാതെ ശിക്ഷയെപ്പറ്റി പറയാൻ വിചാരണയെക്കുറിച്ച് നമ്മൾ അധികാരമില്ല. പ്രത്യേകിച്ച് പോക്സോ പോലുള്ള പോക്സോ കുറ്റകൃത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പോക്സോ കേസിൽ ഒരു പീഡനത്തിന് വിധേയമാകുന്ന പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഏതെങ്കിലും ഘട്ടത്തിൽ റിവീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഉണ്ടാവരുത്. ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ABC മലയാളത്തിന് വേണ്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ കുട്ടിയിലേക്ക് എന്തെങ്കിലും സൂചന നൽകിയാൽ അതുപോലും കുറ്റകരമാണ്. അത്രമാത്രം നല്ലൊരു നിയമ സംവിധാനമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇത്രയും ശക്തമായ നിയമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഇത്തരത്തിൽ, അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് ഇത്രയും പ്രതികൾ ഒരു പെൺകുട്ടിയുടെ പരാതിയിൽ ഇത്രയും പെൺകുട്ടികൾ അറസ്റ്റിലാവുന്നത്. ഇപ്പൊ സൂര്യനെല്ലി കേസിനകത്തിൽ പോലും ഉള്ള എണ്ണത്തെക്കാട്ടിൽ കൂടുതലാണ്. പിന്നെ ആ കാലഘട്ടത്തിൽ നിന്ന് സമൂഹം ഇപ്പൊ എന്തുമാത്രം മാറി എന്നുള്ള ചിന്ത. നമ്മൾ പുരോഗമിച്ചു എന്നാണ് പറയുന്നത്. സൂര്യനെല്ലി കേസിനകത്തിൽ ഒരിക്കലും പ്രായപൂർത്തിയാവാത്തവരാരും പ്രതികളായിരുന്നില്ല. എല്ലാവരും പ്രായപൂർത്തിയായവരായിരുന്നു. പിന്നെ ആ കേസിന്റെ മാനം ഈ കേസിൽ അതിന് വേറെ ഒരു തലമുണ്ട് സാർ. ഒരു സ്ത്രീയാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി ഇങ്ങനെ ഒരു കുരുക്കിൽ പെടുത്തുന്നത്. അതെ, ഞാൻ പറഞ്ഞത് അതിനകത്ത് നിന്ന് വ്യത്യസ്തമായ ഒരു തലം ഈ കേസിനകത്തുണ്ട്. പക്ഷെ ഇത് കേരള സമൂഹം ഞെട്ടലോടെ കണ്ട കേസാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ഇപ്പോഴും ഒരു പിന്നോക്ക ജില്ല തന്നെയാണ്. പത്തനംതിട്ട വിദ്യാഭ്യാസപരമായി മുമ്പിലാണെങ്കിലോ സാമ്പത്തികമായി മുമ്പിലാണെങ്കിലോ, പ്രത്യേകിച്ച് പ്ലാന്റേഷൻ, ഒരുപാട് പ്ലാന്റേഷൻ, ഹാരിസൺ മലയാളത്തിന് പ്ലാന്റേഷൻ, EVTയുടെ പ്ലാന്റേഷൻ, ഒരുപാട് PCK പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയുടെ എസ്റ്റേറ്റുകൾ, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്, ഫാമിംഗ് കോർപ്പറേഷന്റെ കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. കൂടുതലും അപ്പം സ്വാഭാവികമായിട്ടും തോട്ടം മേഖല, മലയോര മേഖല, പിന്നെ അതോടൊപ്പം തന്നെ വനമേഖലയാണ്. കോന്നി വനം, ഏതാണ്ട് ശബരിമല റിസർവിന്റെ ഏതാണ്ട് ബഹുഭൂരിപക്ഷ ഭാഗങ്ങളും വരുന്നത്, പെരിയാർ ടൈഗർ റിസർവിന്റെ ഒരു ഭാഗങ്ങളും ഒക്കെ വരുന്നത് ഈ മേഖലയിലാണ്. ഗുഡ്രിക്കൽ റേഞ്ച് വരുന്നുണ്ട്, റാന്നി വരുന്നുണ്ട്, കോന്നി വരുന്നുണ്ട്, അച്ചൻകോവിലിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട്. ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിൽ സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു കേസ് ഉണ്ടാകുമ്പം ഇത്ര പെട്ടെന്ന് ഇത്രയും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളും അപൂർവമാണ്. അതിനകത്തിന് അവിടുത്തെ ആ ടീമിനുണ്ടായിരുന്ന ഇപ്പം DYSP ആണെങ്കിലും CI ആണെങ്കിലും ഒക്കെ തന്നെ അവർ വളരെ SI ആണെങ്കിലും ഒക്കെ തന്നെ അവർ വളരെ സ്വന്തമായി ആത്മാർത്ഥമായി അന്വേഷിച്ചു. അതുകൊണ്ടാണ് മണിക്കൂറുകൾക്കുള്ളിൽ പലരെ. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ SP കറപ്റ്റഡ് അല്ലാത്തൊരു SP ആണ്. കാരണം ആ ഒരു കറപ്ഷൻ്റെ യാതൊരു വിധമായ ഇതുമില്ലാത്ത വിജിലൻസ് മേധാവിയായി എനിക്കൊന്ന് 4 വർഷം വിജിലൻസ് മധ്യമേഖല കോട്ടയം റേഞ്ച് മേധാവിയായിരുന്ന ആളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ യാതൊരു വിധമായ ഒരു ആരോപണങ്ങൾക്കും ഒരു സ്വാധീനത്തിനൊന്നും വഴങ്ങാത്ത ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ടീം നന്നായി കൈകാര്യം ചെയ്തു. പക്ഷേ നമ്മൾ ഒരു ചർച്ചയ്ക്ക് ഇതിന്റെ സാമൂഹിക പശ്ചാത്തലങ്ങൾ അത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതിനാണ് നമ്മുടെ പ്രതിഷേധം. കാരണം വനിതാ സംഘടനകളോ വനിതാ കമ്മീഷനോ വനിതാ സംഘടനകളോ മറ്റൊന്നും, അല്ലെങ്കിൽ ഇവിടെ മുറവിളി കൂട്ടുന്ന നിരവധി
കടലാസ് സംഘടനകൾ ഈ വനിതാ ശാക്തീകരണ സംഘടനകളുണ്ട്. ഈ ശബരിമല മതിൽ കെട്ടാനൊക്കെ പോയ മേശിരിമാരും മിക്കാടുമാരും ഒക്കെ ഉണ്ട്. പക്ഷെ അവരാരും ഈ വിഷയത്തിൽ പോയി ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനോ ഇത് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അതായത് കഴിഞ്ഞ 2024 ജൂൺ മാസത്തിൽ ഈ കുട്ടിയെ കൊണ്ട് പോയ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് പീഡനം നടക്കാതെ വന്നപ്പോൾ മഴ കാരണം അവിടെ അവർ പിന്നെ എത്തിയ സമയത്ത് അടുത്തുള്ളൊരു വീട്ടിൽ കയറി ആ വീട് കതവ് പൊളിച്ചു വരെ പീഡനം ഈ പെൺകുട്ടിയെയും കൊണ്ട് പോയി പീഡിപ്പിച്ചു. അത്രമാത്രം ക്രൂരമായ മാനസികാവസ്ഥയുള്ളവരാണ് ഈ കേസിലെ പ്രതികൾ. യാതൊരു മാപ്പ് അർഹിക്കാത്തവരാണ്. തീർച്ചയായിട്ടും ഒരു കേട്ടിട്ട് തന്നെ വലിയ ഞെട്ടലുളവാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം പത്തനംതിട്ടയിൽ ശാസ്താംകോട്ട കായലിൻ്റെ അവിടം വരെ കൊണ്ടുപോയി ആളൊഴിഞ്ഞ പ്രദേശം നോക്കി കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായലിൻ്റെ അവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചവരാണ്. അതെ അതെ. അത്തരത്തിൽ നമ്മളതിൻ്റെ അവരുടെ മാപ്പർഹിക്കുന്നവരല്ല, ഒരു ദയയും മാപ്പർഹിക്കുന്നവരല്ല. എന്തായാലും സാർ, നമുക്ക് പോലീസ് വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചു, പ്രതികളെ പിടിച്ചു. എനിക്ക് തോന്നുന്നു കുറച്ച് ഏതാനും പേരെ പ്രതികളെ മാത്രമേ 3-4 പേരെ അതും പ്രതികളെല്ലാം ഒളിവിൽ പോയ സമയത്ത് പ്രതികളുടെ ടവർ ലൊക്കേഷൻ വെച്ച് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് പമ്പയിൽ വെച്ചും ഒക്കെ ആയിട്ടാണ് പോലീസ് വളരെ ഇക്കാര്യത്തിൽ അതെ ആത്മാർത്ഥമായിട്ട്. കേരളത്തിലെ പോലീസിനെ പറ്റി ഏറ്റവും കൂടുതൽ വഴിയുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ പോലീസിന്റെ പ്രവർത്തനം വളരെ. പക്ഷേ ഇത് ശരിക്കും ഇത് ഒരു സാറ് അങ്ങ് പറഞ്ഞതുപോലെ ഇതിന്റെ മറുവശം, ഈ സാമൂഹിക ആഘാതം, ഇത് നമുക്ക് ഭാവിയിൽ ഒരു പഠന വിഷയമാക്കിക്കൊണ്ട് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ മുൻകരുതലുകളാണ് നമുക്ക് ആവശ്യം. എന്തായാലും പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട്. പക്ഷേ ഇതിനകത്ത് ഈ എന്തുകൊണ്ട് പ്രതികൾ ഇത്തരത്തിലുള്ള പ്ലേസുകൾ തിരഞ്ഞെടുത്തത് അത് വളരെ പഠനവിധേയമാക്കേണ്ട വിഷയമാണ്. തീർച്ചയായിട്ടും ആ കേസിന്റെ വ്യത്യസ്തത, ഈ കേസിന്റെ വ്യത്യസ്തത ഇത്രയും പ്രതികൾ ഉൾപ്പെട്ട കേസ്, 2 പൊതുസ്ഥലങ്ങൾ, 3 മൈനറുകൾ പോലും പ്രതിയായിട്ടുള്ള മൈനറുകൾക്കിടയിൽ ഈ കുറ്റവാസന, ഒരു വീട്ടിൽ തന്നെ പെട്ട സഹോദരങ്ങൾ പ്രതിയായിട്ടുള്ള കേസ്. അതെ, ഒരേ വീട്ടിൽ നിന്ന് സഹോദരങ്ങൾ പ്രതിയായ കേസ്. പ്രൈവറ്റ് ബസ്സിൽ വെച്ച് പീഡനം നടന്നു. അതെ, വളരെ. നമ്മൾ ഡൽഹി സംഭവത്തിനകത്ത് പറയും, പ്രൈവറ്റ് ബസ്സിൽ വെച്ച് പീഡനം നടന്നിരിക്കുന്നു. എന്തായാലും സാർ, നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. കാരണം പോലീസിന്റെ അന്വേഷണം വളരെ കൃത്യമാണ്. കൃത്യമായ കുറ്റപത്രം കോടതിയിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഈ പ്രതികൾക്ക് നിയമം അനുശാസിക്കുന്ന മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കോടതികൾ അതിനു വേണ്ടുന്ന എല്ലാ തെളിവുകളും പരിശോധിച്ച് കോടതികൾ അതിനു വേണ്ടുന്ന തീരുമാനമെടുക്കും. അവർ കൃത്യമായിട്ടും പ്രതികൾക്ക് ശിക്ഷ നൽകും എന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ. എന്തായാലും ഇനി ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. നമ്മുടെ പെൺമക്കളുള്ള മാതാപിതാക്കൾ അങ്ങേയറ്റം ഞെട്ടലോടെയാണ് ഈ വാർത്ത ശ്രവിച്ചത്. ദയവായിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ നാളത്തെ അമ്മമാരാണ്. അതെ, അവരെ അങ്ങേയറ്റം സുരക്ഷയോടുകൂടി, അങ്ങേയറ്റം സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ അവരെ പരിപാലിക്കേണ്ടത്. ഈ ഒരു സന്ദേശം സമൂഹത്തിൽ എല്ലായിടത്തും എത്തിക്കാൻ സർക്കാർ അടക്കം മുൻകൈയെടുത്ത് പ്രവർത്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.